എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ ഇരിക്കണത്. പിള്ളേർ എന്തെങ്കിലും ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാർ അത് ചീത്തയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു പറിച്ചങ്ങ് വാങ്ങിക്കും. പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ. അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി. നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് നീ കരഞ്ഞപ്പോൾ ഞാനും ഒരുപാട് കരഞ്ഞു. എന്താ നിർത്തിയേ? എന്തിനാ പറഞ്ഞിട്ട് വെറുതെ. ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ. എന്താ ചിരിക്കണേ? നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് 1.5 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞുചേട്ടൻ പറയുമായിരുന്നു, ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന്. കെട്ട് കഴിഞ്ഞ് 6 മാസം എടുത്തു റീനോടൊന്നും മിണ്ടാൻ തന്നെ. പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? മറന്നു. അപ്പം മറന്നോ? പിന്നെ മറക്കണ്ടേ? ആരായാലും മറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ്, അല്ലാതെന്താ. ശരിയാ, എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട്? ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത്. അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട്, അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട. തിരക്കുകളൊക്കെ മാറ്റി വെച്ചോടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നീയാണോ ജാഥ ക്യാപ്റ്റൻ? കണ്ടില്ലേ, പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കാം. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ. എടാ, അമ്പലക്കൊന്നും കൊള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ. നീ അവരെയൊന്നും അറിയിച്ചില്ലേ? ഒരു ഉത്തരവാദിത്തമില്ല. പാപ്പച്ചോ, എന്റെ പൊന്നു സിസു, റീന നീ എന്താ കരയുന്നത്? ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഒട്ടും മനക്കെട്ടിയില്ല. വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ? വെനി, നിന്നെ വിട്ടോ? സിസു, നീ പേടിക്കണ്ട. ദേ വെനിച്ച നിൽക്കുന്നത് നല്ല പയർ വേറെ പോലെ. രാത്രി ഞാൻ പറഞ്ഞില്ലേ സിസു, നോട്ട് ഇൻജുറി ടു ഹെൽത്ത്. നല്ല ഇടി കിട്ടിയല്ലേ? മുടിയൊക്കെ വളർന്നോടാ. ചാച്ചൻ ജയിൽ മോചിതനായി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി അപ്പാച്ചി സ്റ്റൈൽ വെട്ടാം. ഞാനെന്നാ പോയിട്ട് വരാം. നിങ്ങൾ വരാണ്ടിരിക്കുക എന്ത് വെച്ച് ചെയ്തോ? ഈ 2 ദിവസം നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കണായിരുന്നു എനിക്കറിയണം. പറ. എന്നാലും ധൈര്യം സമ്മതിക്കണം, അതും പട്ടാ പകല്. കേന്ദ്രസേനല്ലേ? ബെനി, എടാ, അന്ന് നിന്നെ പൊക്കിയത് സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, പിന്നെ ആ കട്ടിലിൻ്റെ അടിയിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു 2 പേക്ക് അടിച്ചിട്ടുണ്ട്. DF ലീവിലാണോ? കണ്ടില്ല? യെസ്, വന്നേന് നന്ദി. റീനയ്ക്ക് സുഖല്ലേ? അകത്ത് പോയി ചോദിക്കും. ഇതൊക്കെ ഒരു പരസ്പര ധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? ധാരണ വേണം. സാറേ, സ്റ്റേഷനിലേക്കല്ലേ? ആനക്കൈ വഴി വിട്ടാൽ മതി. അത് ഞാൻ തീരുമാനിച്ചോളാം. മയിലാടുംപാറ വഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു, ഇമ്മോറൽ ട്രാഫിക്. പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കൈ വഴി തന്നെ പൊക്കോട്ടെ. ഓ, അത് അടുത്ത പ്രാവശ്യം ആട്ടെ. ആയിക്കോട്ടെ. ആശാനെ, എടാ, ചെറിയൊരു ജീവപര്യന്തം ഞാൻ ഉടനെ വരില്ലേ? അതല്ല ആശാനെ, പറ മോനെ. എന്റെ സൈക്കിൾ എവിടെ വെച്ചേ? സാറേ പോവാം. ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തണുപ്പൊക്കെ അല്ലേ? അല്ല ബെന്നി, നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോൾ. ബെന്നിച്ച, നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ. അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ? ബെന്നി, ഒരാഴ്ച മനുഷ്യനൊന്ന് ഉറങ്ങിയിട്ട് ഒതുക്കത്തെ കൊതുകും അവന്മാർ ഇന്റെ ചായക്കുന്നല്ല ചാച്ച. ചേട്ടായിക്ക് തല്ല് കിട്ടി. പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുകയല്ലെന്ന്. പാപ്പച്ചൻ എടി അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവോ? നിന്നെ തന്റെ ജോസഫ് അല്ലെന്ന് അവൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? നീ കിടക്കാണെ കിടക്ക്, കിടന്നേ കിടന്നേ.
സിസിലിക്കുട്ടി, നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞ്. എന്തോന്നാ? നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും സംശയമാണല്ലേ? ഹ. അതിന് നീ വേറെ ആളെ നോക്കണം. എടി, അവൻ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ. കുറച്ച് കള്ളം പറയും. അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമാണോ? നിനക്ക് മക്കളുണ്ടായതിന് ദേ, സ്റ്റേഷനിൽ കിട്ടിയതിന്റെ വാക്ക് ഞാൻ ഇവിടെ തരും കേട്ടോ. മിണ്ടാതെ കടന്നോ. സിസിലി, എടി ആ കഥയൊന്ന് പറഞ്ഞ്. സിസിലി കുട്ടി, ആ കഥയൊന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് കേക്കട്ടെ. പറയണോ? അന്തവും കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും പറയുന്നു കേക്ക്. പറ. കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കളിച്ച് അവസാനം എന്നെ തോക്കൊണ്ട് ഓടിക്കലോട് അക്കമുള്ള കഴിവേറി. അപ്പച്ചാ എന്താടാ? ഒന്നുമില്ല. ഇനിയിപ്പൊ നിന്റെ കേസ് തരാതെ തീരുമാനമാവോ? പോലീസുകാരുടെ ഫോറസ്റ്റുകാരോട് അവന്റെ ഒരു കൂത്തിക്കഴപ്പ്. അവിടെ നാറി നിന്റെ നോക്കിറങ്ങി പോയോ? അല്ല, അപ്പുറം നടയിക്ക്. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ആ, അപ്പം പോയി. എടാ തങ്കച്ച, എന്തെങ്കിലും വഴിയുണ്ടോ? തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. എടാ, അങ്ങനെ മുഴുത്ത വട്ട ആൾക്കാർ മുമ്പ് വെച്ച് ക്രിക്കറ്റ് കുത്തും. എൽസിയെ നമുക്കൊരു മനസ്സമ്മതം ഇല്ലായിരുന്നു. ഏത്? ഞാനും പോയി വല്ലതും കഴിക്കട്ടെ. കുഞ്ഞുമോളാണ് 2 തവണ വിളിച്ചായിരുന്നു. റീനെ പോയേക്കാണേ. എടാ, ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ആരെ? ആന. അണ്ണാനും വാ പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവക്കും പുച്ഛം. തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നോ അവിടെ? പിന്നെ അവിടെ നല്ല ഉഗ്രൻ. വേണ്ട, ഇനി തള്ളണ്ട. അല്ല, പോരായിരുന്നു. ജയിലല്ലേ? എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. പോത്തു പാപ്പച്ചൻ നല്ല പേരാ. എന്തായാലും പാമ്പു പാപ്പച്ചൻ മാറി കിട്ടി. റീനെ, ആ ഫോറസ്റ്റുകാർ എന്ന് വന്നപ്പം കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ? ഞാൻ 1.5 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതും നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുവാടാ? പോയി കുളിക്കടാ, നിനക്ക് പള്ളി പോണ്ടേ? ഈ അമ്മച്ചിക്ക് എന്താ? നിന്നെയല്ലേ, അതെനിക്കുള്ളതാ. ഇതിനൊക്കെ കാരണക്കാരനോ ജെയിംസാ. മാറി ഡീ, ആ സാരി ഒന്ന് അലമാരിന്ന് എടുത്ത് പുറത്തു വെച്ചേ. ഏതാമ്മേ? പള്ളി പെരുന്നാളൊക്കെ അല്ലേ, നല്ല നല്ല സാരി എടുത്ത് കൊടുത്തോ, കളറാവട്ടെ. ഓ, വാങ്ങിച്ച അലമാരിൽ നിറച്ചു വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്കാൻ. എന്താണാവോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടല്ല, ആ ജെയിംസ് പള്ളി വീട്ടിൽ തന്നെ കാണും. ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ അവന് നല്ല പണിയാവും, ചാച്ചിന് നല്ല ഗുണമാവും. കാര്യാക്കണ്ട, തട്ടിക്കോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. പുതിയ സാരിയാണോ ഇത്? 2 വർഷം മുമ്പുള്ള പള്ളി പെരുന്നാൾ എടുത്തതോ? ഓ, ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ? പിന്നെ ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ. അതാ ചോദിച്ചേ. അല്ല, പറയില്ല. എന്നെ കാണാൻ ഭംഗിയില്ലാന്ന് എപ്പോഴെങ്കിലും ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? പറ. എന്താ മോളേത്? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഹേയ്, തോന്നലൊന്നുമല്ല. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ചിരിക്കുമ്പോ ഈ ഓന്ത് ഇയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആ ഒരു അയ്യോ, പോ കുന്തം. എടാ പാപ്പച്ചാ, ആ ഇങ്ങ് വന്നേ. കുളിച്ചില്ലേടാ നീ? ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ, നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയും കയറ്റി വിടും. ഓ, ഇതാ ഇപ്പൊ നന്നായേ. ആലിങ്ക പടുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാ. നീ ചെന്ന് വല്ല കമ്പിമരയോ വല്ല കോടാലിയോ വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച, ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേടാ, എന്റെ പൊന്നു പാപ്പച്ച, നീ ഒന്ന് വാടാ. ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട് നടക്ക്. എടാ, തന്ത മതിലി ആടിയ മോള് വേലിയെങ്കിലും ചാടണ്ടേ?
നീ പോലീസുകാരെ വിളിച്ചോണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി. സാറേ ഈ പള്ളിമിറ്റത്ത് എന്തെങ്കിലും നടന്ന ഇടവക്കാരെ ഞങ്ങൾ ഇത് അറിയണ്ടേ അല്ലേ? ആ കാര്യം പറയാൻ പോവല്ലേ, നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള്, ആ ക്ലീനറുകാരൻ പയ്യൻ അകത്ത് ഡിങ്കാ ഡിങ്കാ. ഞാനത് കണ്ടോട്ടെ. അച്ഛൻ വന്നല്ലോ. ഇനി അച്ഛൻ തുറക്കട്ടെ. നീ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അലങ്കോലുണ്ടാക്കല്ലേ? എന്നുവെച്ചാ ഞാനൊന്നും ചെയ്തില്ല. അച്ഛൻ തുറന്നു നോക്ക്. വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ അച്ഛൻ തുറന്നു നോക്കി. അച്ഛൻ തുറന്നു നോക്ക്. കാര്യങ്ങൾ അറിയാലോ. തുറത്ത് കൊളിച്ചു നോക്കാം. ഞാൻ ഉണ്ടാക്കിയതാ കുഴപ്പം. ആ കണ്ടോ 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 എല്ലാരും കണ്ടോ നോക്കിയാ കണ്ടല്ലോ. ഇതൊന്ന് ഈ പള്ളി പരിസരത്ത് ഇതൊന്ന് ഞാൻ മക്കളെ കൊണ്ട് അങ്ങോട്ട് ചോദിക്കോ. എന്താ എല്ലാവരോട് നോക്കിക്കുന്നേ? എല്ലാവരും സ്റ്റേജിലേക്ക് പോയേ. എല്ലാരും പോയേ. ജെയിംസേ, നീ അങ്ങേറ്റത്തെ പണിയാ കാണിച്ചത്. ഞാൻ കാണിച്ചാണോ കുഴപ്പം? ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ല. പിടിച്ചിട്ടു. ലാസ്റ്റ് 9 അതിനിടയ്ക്ക് ഉണ്ടാക്കാതെ പോടാ. സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാൻഡ് മേളമാണ്. അതിനുവേണ്ടി ചാലക്കുടി കൈരളി ബാൻഡ് സെറ്റിനെ സ്നേഹത്തോടെ ഇതിലേക്ക് ക്ഷണിച്ചു. ഇനി ഒന്നും നോക്കണ്ട. കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ ചേട്ടാ. പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം. വേണ്ട അടിക്കട്ടെ. സമാധാനം പറയേണ്ടി വരുമല്ലോ. അയ്യോ കിടന്നുരുളല്ലേ മുണ്ടഴിയും പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ. പാപ്പച്ച